സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി തീരട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെയും 23-ാമത്തെയും വചനങ്ങളെ പ്രകാരമാണ് ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. ഒരുപക്ഷെ ഈശോ നമ്മുടെ ജീവിതത്തിലെ ആരാണെന്ന് നമ്മെ മനസ്സിലാക്കുന്ന ഒരു തിരുവചനമാണ്. ദൈവം നമ്മോട് കൂടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരം പഴയ നിയമത്തിലെ ജനത്തിന് ഉണ്ടാക്കിയ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അവൻ എമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഹൃദയത്തിൽ ആകുലപ്പെടാറുണ്ട്, ദൈവം എവിടെ പോയി? അവൻ നമ്മളെ ഉപേക്ഷിച്ചോ? എൻ്റെ ഈ ദുഃഖങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ കണ്ണുനീരിൻ്റെ വഴികളിൽ അവനെ കാണാനില്ലല്ലോ. പക്ഷെ ദൈവം നിങ്ങൾക്ക് വാക്ക് പറയുന്നു, അവൻ്റെ നാമം നിങ്ങൾക്ക് എമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അവശതകൾ, നിങ്ങൾ അലട്ടുന്ന കടബാധ്യതകൾ, ഭവനമില്ലാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന സഹോദരങ്ങൾ, ജീവിത പങ്കാളി വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ നിരാശയുടെ നടുവിൽ കഴിയുന്ന കുടുംബങ്ങൾ, മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്ക് ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളോടൊത്തുണ്ട്. അവൻ നിങ്ങളെ കരങ്ങളിൽ താങ്ങുന്നവനാണ്. അവൻ നിങ്ങളെ ചുമക്കുന്നവനാണ്. അവൻ്റെ തോളിലെ കുരിശ് നിങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ മക്കളുടെ മേലെ നീ കരുണ കാണിക്കണമേ. അവരുടെ മനസ്സുകളിൽ അനുഭവപ്പെടുന്ന നീറ്റലെ, നീ അവരെ ഉപേക്ഷിച്ചുവെന്നുള്ള അവരുടെ വിങ്ങലെ, കർത്താവ് നീ അവരുടെ കൂടെയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണമേ. അവരുടെ ദുഃഖങ്ങൾ താങ്ങാൻ അവരെ നീ ബലപ്പെടുത്തണമേ. പൗരോഹിന്റെ കൃപയിലെ നീ ബലഹീനും പാപിയും അയോഗ്യനുമായ എൻ്റെ മേൽ വർഷിച്ചിരിക്കുന്ന വരദാനങ്ങളുടെ നിധിനിക്ഷേപങ്ങളിൽ നിന്ന് നിന്റെ സഭയുടെ നാമത്തിലെ, നിന്റെ കുരിശിൻ്റെ നാമത്തിലെ, നിന്റെ കുരിശിൻ്റെ സഹനങ്ങളുടെ വിലയിലെ, നിന്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയിലെ നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ കൈക്കൊള്ളണേ. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണേ. കടബാധയിൽ നിന്ന് മോചിക്കണേ. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണേ. ഇവിടെ തകർച്ചകളിൽ അവർക്ക് നീ പടുത്തുയർത്തവനാകട്ടെ. നിന്റെ മക്കളുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് അവരെ ആശീർവദിച്ച് അവരെ സമാധാനത്തിൽ വിടുവിപ്പിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. 85-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: കർത്താവ് നമുക്ക് നന്മ പ്രദാനം ചെയ്യും. എത്ര അർത്ഥവത്താണ് ഈ വചനം! എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഈ നന്മകൾക്ക്, ഉപകാരങ്ങൾക്കെല്ലാം നമ്മൾ നന്ദിയോട് അല്പസമയം കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രത്യേകമായി ഇന്നത്തെ സ്തുതി ആരാധനയിൽ ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിലും കത്തിപ്പടരുവാൻ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ, ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച്
കരമടിച്ച് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. ചേർന്ന് പാടിയേ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകം കത്തിപ്പടരട്ടെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു, 20 വർഷങ്ങളിലേക്ക് കരം പഠിച്ച് എല്ലാവരും നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. എത്ര പേർക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഉല്ലസിച്ചുകൊണ്ട് പാടി ആരാധിച്ച കർത്താവിനെ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. നമ്മളിങ്ങനെ കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനുള്ളവരല്ല, കൃപയിൽ ഉണരേണ്ടവരാണ്. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുള്ളിച്ചാടി. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാൻ. ആ ബോധ്യത്തോടെ നേരിട്ട് പറഞ്ഞേ. അഭിഷേകം. ഇരു കരങ്ങളും ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ജനത്തിന്റെ മേൽ അഭിഷേകം പകരണമേ. കൊണ്ട് 10,000ങ്ങളിലേക്ക് മഹത്വത്തോടെ വരണമേ. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ, അഭിഷേകിക്കണമേ. അന്ധകാര കോട്ടകൾ, അന്ധകാര ആധിപത്യങ്ങൾ, അന്ധകാര ശക്തികൾ, അന്ധകാര പ്രബന്ധങ്ങൾ യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ സാത്താന്റെ ശ്രമങ്ങളെയും പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. അവിടെ നിയോഗങ്ങളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ ശക്തിയോടെ പരിവർത്തിക്കുക. റിലീസ്, റിലീസ്. അനേകർ ആത്മാവിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി, ദൈവജനത്തിന്റെ നന്മയ്ക്കായി അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ വെളിപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷ വാച്ച് ചെയ്യുന്ന 10,000 ദൈവശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അഭിഷേകം നൽകണമേ, കൃപ നൽകണമേ, ജ്ഞാനം നൽകണമേ, സുവിശേഷ വേല ചെയ്യാനുള്ള തീഷ്ണത നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ, സൗഖ്യത്തെ സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഓരോരുത്തരുമായിരിക്കുക. ഇത് കൃപയുടെ നിമിഷങ്ങളാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും കർത്താവിന് ആവശ്യമുള്ള ജീവിതങ്ങളാണ്. നമ്മുടെ ജീവിതം പാഴല്ല. എന്റെ ജീവിതം ഇതുപോലെ ആയല്ലോ, എന്റെ ജീവിതം ഒരു വേസ്റ്റ് ആണല്ലോ എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മെ നോക്കി കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പറയുകയാണ്, നിന്റെ ജീവിതം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫെസ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം
16-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എന്താണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇത് വളരെ കറപ്റ്റഡ് ആണ്. ലോകം എല്ലാ വിധത്തിലും ദുഷിച്ചുപോയി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, റോമക്കാർക്ക് ഇത് ലേഖനം 12:2 പറയാണ്, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ദൈവമക്കളായി നമ്മുടെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുകയാ, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. കാരണം ഈ ലോകം അതുപോലെ കറപ്റ്റഡായി പോയി. ലോകം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടപ്രപഞ്ചമല്ല. ലോകം എന്ന് പറയുന്നത് മനുഷ്യ വർഗമല്ല. ലോകം സിസ്റ്റം ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വ്യവസ്ഥിതിയാണ്. പത്രോസ് അപ്പോസ്തലൻ ആദിമ സഭയിലെ വിശ്വാസികളെ നോക്കി അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ ദൈവത്തിന് സ്നേഹമുണ്ടാവുകയില്ല. എന്താണ് ഈ വചനങ്ങളിലൂടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്? തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധ്യതകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, നമ്മുടെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന സകല അവസരങ്ങളും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള ഒരു തീരുമാനം എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ലൂക്കായുടെ സുവിശേഷത്തിലോട്ട് നമുക്കൊന്ന് വരാം. 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിലൂടെയാണ് ഈ മെസ്സേജ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാധിക്കുന്നവരെ വിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കുക, നിങ്ങളെ തിരുവചന ഭാഗത്ത് നിവർത്തി നോക്ക്. എന്താണ് അവിടെ വചനം പറയുന്നത്? ദൈവവചനം ശ്രമിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. ദൈവവചനം ശ്രമിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ വചനം കേൾക്കാൻ ആയിരങ്ങൾ ഓടിക്കൂടുകയാണ്. യേശുവിനെ ഒന്ന് കാണാൻ, യേശുവിനെ ഒന്ന് കേൾക്കാൻ, യേശുവിനെ ഒന്ന് തൊടാൻ, യേശു നൽകുന്ന സൗഖ്യം, യേശു നൽകുന്ന അഭിഷേകം സ്വന്തമാക്കുവാൻ ആയിരങ്ങൾ എല്ലാം മറന്ന് ഓടിക്കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് ദൈവവചനത്തോട് അടങ്ങാത്തൊരു ദാഹം അനേകം ആയിരങ്ങൾക്ക് പരിശുദ്ധാത്മ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ഥലത്തോ ഒരു ദേശത്തോ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലത്തെ ഒരു അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്തയുടെ കാറ്റ് വീശുന്നതിന്റെ അടയാളമാണിതെല്ലാം. നമ്മുടെ കേരള സഭയിലോട്ട് വരിക. എന്തുമാത്രം ബൈബിൾ കൺവെൻഷനുകളാണ് കേരള സഭയ്ക്ക് പരിശുദ്ധ ത്രിത്വം ദാനമായി നൽകിയിരിക്കുന്നത്. ഓരോ കൺവെൻഷനുകളിലും 10,000ങ്ങളാണ് കടന്നു വന്ന് സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾ കേൾക്കുന്നത്. അനേകർ അനുതാപത്തിലോട്ട് വരുന്നു, മാനസാന്തരത്തിലോട്ട് വരുന്നു, പലരും അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു, നിത്യജീവന്റെ ദർശനം കൊണ്ട് നിറയപ്പെടുന്നു. ഇതുപോലെയുള്ള അത്ഭുതകരമായ പ്രവൃത്തികൾ തന്റെ ജനത്തിന്റെ മധ്യേ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്ത കാലഘട്ടമാണിത്. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയും ഇത് തന്നെയാ ലൂക്കാസ് ശ്ലീഹ പറയുന്നത്. ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. എന്നാൽ യേശു ഗനേസര തടാകത്തെ തീരത്ത് നിൽക്കുക. ഈ ജനത്തെ എല്ലാം കണ്ടപ്പോൾ കർത്താവിന് തോന്നി, ഇവരോട് എങ്ങനെ സുവിശേഷം പറയും? 2-ാം വചനത്തിൽ പറയുകയാണ്, അവിടെ 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. ഈ സുവിശേഷ പാസേജിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വാക്കാണ് അവൻ കണ്ടു. ദൈവവചനം സ്വീകരിക്കുവാൻ കടന്നു വന്ന ജനം, അവരോട് വചനം പറയുവാൻ ആഗ്രഹിക്കുന്ന യേശു, കർത്താവ് സാഹചര്യത്തെ കാണുകയാണ്, അവൻ കാണുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവ് നമ്മയാണ് കാണുന്നത്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ മേൽ ഉടക്കിയിരിക്കുകയാണ്. നമ്മുടെ സാധ്യതകളെ കർത്താവ് കാണുകയാണ്, നമ്മുടെ തലമുറകളെ കർത്താവ് കാണുകയാണ്, നമ്മുടെ സമ്പത്തിനെ കർത്താവ് കാണുകയാണ്, നമ്മുടെ സ്വാധീനങ്ങളെയും സാധ്യതകളെയും കർത്താവ് കാണുകയാണ്. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവ് ചോദിക്കുന്നതെന്തും കർത്താവിന് കൊടുക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇപ്പോഴും
എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഏതാനും നാളുകൾക്ക് മുൻപ് കോട്ടയം അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസത്തെ താമസമുള്ള ധ്യാനത്തിനായിട്ട് പോയി. ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ഈവനിങ് ടൈമാണ്. ടീ ബ്രേക്കിനായിട്ട് ജനത്തെ വിട്ടിരിക്കുക. ഞാൻ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. എന്നാൽ 7-8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, അവൻ ആ ധ്യാന കേന്ദ്രത്തിലും അതിന്റെ പരിസരത്തൊക്കെ കിടക്കുന്ന മിഠായി കടലാസുകള്, മറ്റ് വേസ്റ്റ് കടലാസുകള്, അനാവശ്യമായിട്ടുള്ള മറ്റു പലതും അവനിങ്ങനെ എടുത്ത് പറക്കി കളഞ്ഞുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് എനിക്ക് വളരെ ഓമനത്വം തോന്നി, സന്തോഷം തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ? മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ എന്റെ നേരെ നോക്കി വളരെ അഭിമാനത്തോടെ അവൻ പറഞ്ഞു, അങ്കിൾ ഞാൻ ഇവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാ, സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ആ കുഞ്ഞിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായൊരു അഭിഷേകം എന്റെ മേൽ ഇറങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്തുമാത്രം വലിയൊരു ആത്മീയ ദർശനം! ഞാൻ വിശ്വസിക്കുന്നു ആ കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്ന് ആ കുഞ്ഞിനെ പകർന്നു കിട്ടിയതാണ് ഈ സുവിശേഷ ദർശനം. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. നമ്മുടെ തലമുറകളെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ 100 കണക്കിന് സുവിശേഷ പ്രസംഗം കേട്ടവർ, എന്തുമാത്രം ധ്യാനങ്ങളിൽ കൺവെൻഷനിൽ പങ്കെടുത്തവരാ, എന്തുമാത്രം ആത്മീയ ശുശ്രൂഷകൾ അറ്റൻഡ് ചെയ്യുന്നവരാ. നമ്മളിങ്ങനെ വചനം കേട്ട് 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 മാത്രം പോയാൽ മതിയോ? നമുക്കൊരു സമർപ്പണം വേണ്ടേ? ദൈവരാജ്യം വളരണം, നശിക്കുന്ന ആത്മാക്കൾ രക്ഷ പ്രാപിക്കണം, ദൈവജനത്തിന് നന്മയുണ്ടാകണം. ഈ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന ആത്മീയ ശുശ്രൂഷകളെല്ലാം വ്യർത്ഥമാണ്. 2002 വേൾഡ് മിഷൻ സൺഡേയിൽ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2 മാർപ്പാപ്പ ആഗോള സഭയോട് വിളിച്ചു പറഞ്ഞു, സഭയുടെ ഏതൊരു ശുശ്രൂഷയും ക്രൈസ്തവ ജീവിതത്തെ സ്നേഹത്തിന്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അതെല്ലാം അർത്ഥശൂന്യങ്ങളാണ്. എത്ര ശക്തമായ വാക്കുകളാണ് മാർപ്പാപ്പയുടെ വാക്കുകള്! എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരത്തിലുള്ള ആത്മീയ ദർശനത്തിലോട്ട് വരുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷ പോലും വേസ്റ്റാണ്, ഇത് പരാജയമാണ്. അതിനാൽ കർത്താവ് ഇന്ന് പഠിപ്പിക്കുന്ന ഈ ആത്മീയ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക. മാർക്കോസിന്റെ സുവിശേഷം 16:15 പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവ് ഈ ദൗത്യം ഇന്ന് സഭയ്ക്കാണ് തന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ ഞാനും നിങ്ങളും ഈ ദൗത്യത്തോട് യെസ് പറഞ്ഞില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതിന് പകരം വയ്ക്കുവാൻ കർത്താവിന് മറ്റൊരു സംവിധാനമില്ല. അതിനാൽ ഇവാഞ്ചലൈസേഷൻ അർജൻസി നമ്മൾ മനസ്സിലാക്കുക. സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകത, പ്രാധാന്യത തിരിച്ചറിഞ്ഞ് ഒരു പുതിയ സമർപ്പണത്തിലോട്ട് വരുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. അവൻ കണ്ടു, ആ സാഹചര്യത്തെ ഈശോ പ്രയോജനപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെ, എന്തുമാത്രം സാധ്യതകളും സാഹചര്യങ്ങളുമാണ് നമ്മുടെ മുൻപിൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്നത്. ഇതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഞാൻ സുവിശേഷം പറഞ്ഞാൽ, ഞാൻ വചനം കൊടുത്താൽ, ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ നാട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ ഓഫീസിലുള്ളവരെന്ത് വിചാരിക്കും, എന്റെ ബന്ധുമിത്രങ്ങൾ എന്ത് വിചാരിക്കും, എന്റെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും, നമ്മൾ അവരും ഇവരും എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് നൽകുന്ന ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. അവരും ഇവരും എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്നേക്കാൾ മുൻപ് കർത്താവ് എന്ത് വിചാരിക്കും എന്നുള്ള വിചാരം നമ്മെ നിരന്തരം നയിക്കണം. 3-ാം വചനത്തിൽ പറയാണ്, യേശു വഞ്ചിയിൽ കയറി ശിമിയോനോട് പറഞ്ഞു, ശിമിയോനെ, കരയിൽ നിന്ന് ഈ വഞ്ചി നീ അല്പം നീക്കിയിടുക. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. കർത്താവിന്റെ വാക്കുകൾ അക്ഷരപ്രതി ശിമിയോൻ പത്രോസ് അനുസരിക്കുകയാണ്. കർത്താവ് നൽകുന്ന ഈ മെസ്സേജിനോട് പൂർണ്ണമായി യെസ് പറയാൻ നമുക്ക് കഴിയുമോ? ഇവിടെ പരിപൂർണമായും കർത്താവിന്റെ വാക്കുകളെ ശിമിയോൻ അനുസരിക്കുകയാണ്. ശിമിയോന് വേണമെങ്കിൽ 100 കണക്കിന് ഒഴികഴിവുകൾ പറയാം. കർത്താവേ, ഞാൻ വളരെ ക്ഷീണിതനാണ്, ഞാൻ മടുത്തിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല ഒഴികഴിവുകൾ വേണമെങ്കിൽ കർത്താവിനോട് ശിമിയോനെ പറയാം. ഇന്ന് നമ്മുടെ വലിയൊരു പ്രോബ്ലം അതാ. ഒരു ധ്യാനത്തിന് വിളിക്കുമ്പോൾ
ആത്മീയ ശുശ്രൂഷകൾക്ക് വിളിക്കുമ്പോൾ 100 ഒഴികഴിവുകളാണ്. എന്നാൽ ലോകം തരുന്നൊരു വലിയ നേട്ടത്തിനാണെങ്കിൽ എന്തുമാത്രം ലീവ് എടുക്കാനും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ഡ്യൂട്ടിയെല്ലാം ക്രമപ്പെടുത്താനും നമുക്ക് എന്തൊരു തത്രപ്പാടാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന മിഷൻ കോളിനോട് പൂർണ്ണമായി യെസ് പറഞ്ഞ് കർത്താവിന്റെ വചനത്തോട് അനുസരണമുള്ളവരായി നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം. നമ്മുടെ മക്കളെ സുവിശേഷ വേലയ്ക്കായി നിങ്ങൾ സമർപ്പിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടി ആത്മാവിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മെ ആവശ്യമുള്ള കർത്താവിന്റെ സ്നേഹവും മനസ്സലിവും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും സകല തീരുമാനങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.